ഹായ് മൈ ഫാമിലി, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചേക്കുന്ന കുറച്ച് കിച്ചൺ പ്രോഡക്റ്റ്സ് ആണ്. കുറച്ചേറെ കണ്ടില്ലേ, സൈഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ ഒരുമിച്ചാണ് ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഞാൻ വാങ്ങിച്ചൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഈ ബോക്സ് ഓപ്പൺ ചെയ്താലേ ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ ആണോ അല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് തന്നെ കേട്ടോ. പിന്നെ ഈ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റിലും ഞാൻ കോഡ് കൊടുത്തേക്കാം. മീഷോയിൽ സാധാരണ ലിങ്ക്സ് അവർ പ്രൊവൈഡ് ചെയ്യാറില്ല, കോഡാണ് മോസ്റ്റ്ലിയും വരുന്നത്. സോ ഞാനത് കൃത്യമായിട്ട് അതിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് പോയി ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കല്ല്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ആക്ച്വലി എന്താണെന്നറിയോ, നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഇത്തിരിയെങ്കിലും യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക പ്ലീസ്. അതുപോലെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ കത്തിയുമായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് വൺ വന്നിട്ട് നമുക്കിത് തന്നെ അങ്ങ് പൊട്ടിച്ച് നോക്കിയാലോ. വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഉള്ളിൽ അവരുടെ പാക്കറ്റിനൊന്നും പറ്റാൻ പാടില്ലല്ലോ. സോ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു പാക്കറ്റാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഭയങ്കര പാടാണ് കേട്ടോ. ഫസ്റ്റ് വൺ ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഇതെങ്ങനെ പൊട്ടിക്കുക, ഇവരെങ്ങനെയായിട്ട് പൊട്ടിക്കാൻ കൊടുത്തേക്കാം. ഓക്കെ, അങ്ങനെ പൊട്ടിക്കാം. ഇതെന്താ സംഭവം എന്നറിയോ? സംഭവം വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടാതെ ഒരു സ്മെല്ല് ഇതിൽ നിന്ന് വരുന്നുണ്ട്. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്, ബട്ട് കുഴപ്പമില്ല, നമുക്ക് വാഷ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ എല്ലാം ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കപ്പോൾ ഏകദേശം അത് മനസ്സിലാവും. സോ അതും മിസ് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കുള്ളവരും സ്കിപ്പ് ചെയ്താണ് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്തു പോകും. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് എന്താണ് എന്നൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ കാണണം. ബാക്ക് ടു പോളിത്തീൻ കവർ. ഇത് കണ്ടോ, ഇതെന്നാന്ന് വെച്ചാൽ നമുക്കിതിൽ ആ കവറൊക്കെ ഇല്ലേ, നമ്മുടെ കവേഴ്സൊക്കെ ഇങ്ങനെ പോളിത്തീൻ കവേഴ്സൊക്കെ ഇതിനകത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചുമ്മാ ഇങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ വാരി വാരി എടുത്തില്ലേ, അത് അതൊരു ഭംഗിയും ഉണ്ടാവില്ല. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ടിട്ട് നമ്മുടെ ആവശ്യമുള്ളപ്പോൾ നമുക്കിതിൽ നിന്ന് ഓരോന്നായിട്ട് നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ പറ്റും. ഈ 2 കവറാണ് ഇതിൽ വരുന്നത്. അപ്പം ഒരു ഓറഞ്ച് ഷെയ്ഡും പിന്നെ ഒരു യെല്ലോ ഷെയ്ഡും നല്ല ഭംഗിയുണ്ട്. പിന്നെ ചെറിയൊരു നമ്മുടെ ഡ്രസ്സിൻ്റെയൊക്കെ ക്യാനൊക്കെ വരത്തില്ലേ, അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ബട്ട് കുഴപ്പമൊന്നുമില്ല, ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇത് നമ്മൾ കിച്ചണിലൊക്കെ ചുമ്മാ ഇങ്ങനെ കവേഴ്സൊക്കെ ഇങ്ങനെ ഇടുന്നതിനെക്കാട്ടി നല്ലത് നമ്മളിത് നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. അപ്പം ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണേ. സെക്കൻഡ് ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്യാമല്ലോ. ചെറിയൊരു കവറാണ്, നോക്കട്ടെ. ഈ ബോക്സിനകത്ത് വന്നേക്കുന്നതാണ് നമ്മൾ അല്ലാതെ തന്നെ എടുക്കണം കേട്ടോ. വേറൊരു കവറും കൂടെയാണ് ഇവർ കൊടുത്തേക്കുന്നത്.
ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് സംഭവം വന്നിട്ട് നമുക്ക് കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ട് നമ്മൾ കൈ പൊള്ളിക്കാതിരിക്കാനുള്ള പരിപാടിയാണിതാ. യൂസ്ഫുൾ അല്ലേ? ഇത് നമ്മുടെ ഇപ്പോൾ കടായി ആണെങ്കിലും എന്താണെങ്കിലും ഇത് വെച്ചിട്ട് അതെടുക്കാൻ പറ്റും. അപ്പം ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമല്ലേ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ഗ്രീൻ കളർ തന്നെ എനിക്ക് കിട്ടുമെന്ന്. പക്ഷെ നല്ല ക്വാളിറ്റി. പിന്നെ നമ്മുടെ ഇന്നത്തെ ഹോളിനകത്ത് എന്താണെന്ന് അറിയുമോ, എല്ലാം അഫോർഡബിൾ ആയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി അത് മീഷോയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു പിന്നെ വളരെ കുറച്ച് റേറ്റുകളിലൊക്കെ ഉള്ള സാധനങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ക്വാളിറ്റിയൊക്കെ പ്രതീക്ഷിക്കാവൂ. സിലിക്കോണാട്ടോ, ഒരു സിലിക്കോണിൻ്റെ ഒരു ഇതാണ് വരുന്നത്. ഇത് മെറ്റീരിയൽ വന്നിട്ട് പക്ഷേ നല്ല ക്വാളിറ്റി. കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല, കണ്ടോ? ഞാൻ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പം നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഹാങ് ചെയ്തിടാം. അപ്പോൾ ഇതെനിക്കിഷ്ടമായി കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വൺ അൺബോക്സ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നമ്മുടെ നല്ല ലെങ്ത് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. നല്ല പാടാണല്ലോ. പാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ, നമ്മൾ അൺബോക്സ് ചെയ്യുമല്ലേ. ഈ ഒരു പാക്കേജിങ്ങിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കവർ പൊട്ടിക്കേണ്ടതായിട്ടുണ്ട്, എന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ ഇതെന്താണെന്ന്. എനിക്കിത് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, വേറെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് അത്ര ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല. ഇതെനിക്ക് കണ്ടിട്ട് നല്ല ക്വാളിറ്റി തോന്നി കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഇത് ഓർഡർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും, നോക്കിക്കോ. ഇത് സംഭവം എന്താണാവോ, നല്ല പാക്കേജിങ് കേട്ടോ, നല്ല സ്റ്റാൻഡേർഡ് പാക്കേജിങ്. 2-in-1 സംഭവങ്ങളൊക്കെയാണ്, ഗ്ലാസിൻ്റെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നേരത്തെ ഇതുപോലത്തെ ഉണ്ടായിരുന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ദോശ തവയിലൊക്കെ നമുക്ക് ഓയിലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ദോശയിലൊക്കെ ഒന്ന്, അതുപോലെ തന്നെ നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഓയിലൊക്കെ ഒന്ന് നമുക്ക് തൂത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. നല്ല ക്വാളിറ്റി ആട്ടോ. എനിക്ക് മെയിനായിട്ട് ഞാൻ ഇത് വാങ്ങിക്കാൻ കാരണം ഞാൻ വീണ്ടും മറന്നുപോയി പറയാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അപ്പം ഞാൻ പ്ലാസ്റ്റിക് വേണ്ട എന്ന് വിചാരിച്ചിട്ട് തപ്പി പോയപ്പോഴത്തേക്ക് ഗ്ലാസിൻ്റെയാണിത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഒരു സിലിക്കോൺ ബ്രഷാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, ഗ്ലാസ്സിന് നല്ല ക്വാളിറ്റി ഉണ്ട്. കട്ടിയുള്ള ഗ്ലാസ്സാണ്. സോ കുഴപ്പമൊന്നുമില്ല. സാധാരണ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ചാൽ തട്ടിപ്പോകുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോകുന്ന ഒരു സംഭവം വരുമ്പോഴത്തേക്ക് അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരില്ല. അപ്പം നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് പോയി പർച്ചേസ് ചെയ്യാം. ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം അത്രയും നല്ല ക്വാളിറ്റിയാണ്. ഇതെടുക്കുക, തൂക്കുക. പിന്നെ വേറൊരു സംഭവമുണ്ട്, ചെറിയൊരു കുഞ്ഞു ഹോള് കണ്ടോ, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ഒഴിക്കാം. അപ്പം 2-in-1. അപ്പം ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ലതാണ്. നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു പാക്കേജിങ്ങിലാണ് വന്നിരിക്കുന്നത്. സോ നല്ല ഭംഗിയുണ്ട്. സോ ട്രൈ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്താലോ? വേഗം വായോ, കുറേ ഉണ്ട്. ഇന്ന് ഈവനിങ്ങിലൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചായയും സ്നാക്സും ഒക്കെ ആയിട്ട് ഇരുന്നോളൂ. കാരണം എന്താണെന്ന് വെച്ചാലേ, അതുപോലെ നമ്മൾ അൺബോക്സിങ് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ തന്നെ കൂടിക്കോ. എന്താണെന്നറിയാവോ, എനിക്ക് അൺബോക്സിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം നമുക്കിത് വരുമ്പോൾ ഇതെങ്ങനെയാണ് എന്നൊന്നും നിങ്ങൾ കാണുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ കൂടെ ഇങ്ങനെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര പാക്കേജിങ് ആണല്ലോ ഇത്. ഓക്കെ, ഇത്
ഒരു വെറൈറ്റി കളറിലാണ് എനിക്ക് വന്നേക്കുന്നത്. സാധാരണ ഈ പറയുന്നത് റെഡ് ഈ ഒരു കളറിലൊക്കെയാണ് ഇത് വരുന്നത്. നല്ല ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇത് വന്നിട്ട് നമ്മൾ എന്ത് സാധനം നമ്മൾ കവറുകൾ ഇങ്ങനെ ഇപ്പം എന്ത് നമ്മുടെ സ്നാക്സിൻ്റെ ആണെങ്കിലും ഇപ്പം അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ആ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു ഒറ്റ ടിന്നുകളിൽ നമ്മളിങ്ങനെ ചുമ്മാ കവർ ഇങ്ങനെ ഇട്ട് വെക്കത്തേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ ഉറുമ്പുകളും ഒക്കെ കയറുമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും കയറാതിരിക്കാൻ നമുക്കിത് പല സൈസുണ്ട് കേട്ടോ. ഇത് അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ അത് നല്ല വൃത്തിയായിട്ടിരിക്കും, അതിനകത്തൊന്നും കയറത്തുമില്ല. അപ്പോൾ നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചതാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം കേട്ടോ. ഇതൊരു വെറൈറ്റി കളറാട്ടോ. സാധാരണ ഞാൻ ഇതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയപ്പോഴത്തേക്ക് റെഡ് അങ്ങനത്തെയൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ തരുന്ന കോഡ് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ കിട്ടിയേക്കുന്ന ആ സെല്ലറിൽ നിന്നാണ്. സോ അതിൻ്റെ ക്വാളിറ്റി എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ നമ്മളിപ്പം സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ കോഡ് കൊടുത്ത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും അതിൻ്റെ താഴെ വന്നിട്ട് വേറെ സെല്ലേഴ്സ് കാണും. സോ അത് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, നല്ല നല്ല ക്വാളിറ്റി ഉണ്ട്. സോ ഇതും ട്രൈ ചെയ്യാം. ഇതെല്ലാം യൂസ്ഫുള്ളായിട്ടുള്ള ഞാനിപ്പോൾ ഇത്രയും കാണിച്ചതിലെല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ്. എനിക്ക് ഒരു പ്രശ്നങ്ങളും തോന്നിയില്ല. സോ നമുക്ക് നെക്സ്റ്റ് വൺ കാണാം. പൊട്ടിയോ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. ഇതെന്താണാവോ, ഞാൻ ഉദ്ദേശിക്കുന്ന സാധനമാണോ എന്ന് ഞാൻ പറയാം കേട്ടോ. എനിക്കൊരു ചെറിയ ഊഹമുണ്ട് എന്താണെന്ന്. ഈശ്വര, ഇത് പൊട്ടിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഓ, ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല കേട്ടോ, സോറി. ദാ ഈ ഒരു പാക്കേജിങ്ങിലാണ് വന്നേക്കുന്നത്. ഇതെന്താണെന്നറിയാവോ? ടിഷ്യൂ ബോക്സ്. ക്യൂട്ടായിട്ടുള്ള ടിഷ്യൂ ബോക്സാണ്. നമുക്ക് ഡൈനിങ്ങിൽ, കിച്ചണിൽ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു സംഭവം ഇതിലുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എന്താണെന്ന് അല്ലേ. നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇതിൻ്റെ വേറെയും കളേഴ്സുണ്ട്, പക്ഷേ എനിക്ക് ഈ കളറാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ വിചാരിച്ചില്ല ഈ കളറൊക്കെ തന്നെ എനിക്ക് കിട്ടുമെന്ന്. എനിവേ, വാവ്, നല്ല രസമുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്താണ് ഈ കിലുങ്ങുന്നതെന്നുള്ളതാണ്. കണ്ടോ, ക്യൂട്ടല്ലേ? ഓ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കത്തിയൊക്കെ മാറ്റും. ഓ, ക്യൂട്ട് ക്യൂട്ട്. ഇതെന്നാന്നറിയാവോ? ഇതെന്താന്ന് വെച്ചാൽ ഇതിന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവരിത് കൊടുത്തേക്കുന്നത്. ഇത് ജസ്റ്റ് ഇതിൽ ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പം നന്നായിട്ട് അത് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചെന്തോ, ഞാൻ കുറച്ച് പൊട്ടുന്ന സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതാണെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് നിങ്ങൾ പറയണം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്തായാലും അടിപൊളി. ഇവിടെ എഴുതിയേക്കുന്നത് ഫീൽ യു ലവ്. ദാ നല്ല രസമല്ലേ? വെറൈറ്റി ടിഷ്യൂ ഹോൾഡറാണ്, നല്ല ഭംഗിയുണ്ട്. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ഇതും ഹൈലി റെക്കമെൻഡ്. കാരണം ക്വാളിറ്റി നൈസാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം ഇത് ഞാൻ തിരിച്ചിങ്ങോട്ട് ഇടുവാണ്. ഇതെല്ലാം ഇനി സെറ്റ് ചെയ്യാനുണ്ട്. ഇത് മെസ്സി ആയിട്ടൊക്കെ തോന്നും കേട്ടോ, പക്ഷേ അറിയാമല്ലോ, അൺബോക്സിംഗ് ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലീസ് അത് ഇഗ്നോർ ചെയ്യണേ. നെക്സ്റ്റ് നമുക്കൊരു വലിയ കവർ അൺബോക്സ് ചെയ്താലോ? ഇതെന്താ നോക്കട്ടെ. നെക്സ്റ്റ് ഹെവി. ഞാൻ താഴോട്ട് വെക്കാണ്. നല്ല പാക്കേജിങ്, സൂപ്പർ പാക്കേജിങ്, ഒന്നും പറയാനില്ല, അടിപൊളി. സ്നാപ്ഡീൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് വന്നിട്ട് ഇത് കണ്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇതിൽ എഴുതിയിരിക്കുന്നത് സിമ്പിൾ ഓപ്പറേഷൻ, കട്ടിങ് ഔട്ട്, ന്യൂ കിച്ചൺ പാറ്റേൺസ്
എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്ന്. ഇത് 3 പീസ് സെറ്റാണേ. ഇത് വന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഗ്രൈൻഡിങ് ബേസിൻ ഒക്കെ ഇതിനകത്ത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ മൾട്ടി ഫങ്ഷണൽ ബേസിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. ഒരു മിനിറ്റ് ഓപ്പൺ ആക്കാം. ഇച്ചിരി പാടാണ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ. എനിക്കിതിൻ്റെ ക്വാളിറ്റിയാണ് അറിയാനുള്ളത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാലേ, ഇപ്പം പറയട്ടെ, ഇത് 3 in 1 ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അമ്മേ, ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ഗ്രൈൻഡിങ് ഇത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റിൽ വരുന്ന ഒരു പ്ലേറ്റ് പോലത്തെ ഒരു സംഭവമാണ്. അമേസിങ് പാക്കേജിങ്. രക്ഷയില്ല കേട്ടോ, നല്ല പാക്കേജിങ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഹോള് വന്നിട്ടുള്ളൊരു ബേസിനാണ് കൊടുത്തേക്കുന്നത്. ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴുകിയിട്ട് അതിൽ നിന്നുള്ള വെള്ളങ്ങളൊക്കെ പോകാനും അരിയൊക്കെ കഴുകിയിട്ടും ഒക്കെ അതിൻ്റെ വെള്ളമൊക്കെ പോകാനും ഒക്കെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ബേസിനാണ്. ഇതിങ്ങനെ വെക്കാം. ഓക്കെ, ഇതിങ്ങനെ വെക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത ബേസും കാണിച്ചു തരാം. അത് ആവുമ്പം മറ്റേ ഇതുമായിട്ട് ഓക്കെ ആവും. ഇത് കണ്ടോ, ഇതങ്ങോട്ട് വെച്ചിട്ട് ഇതിൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇപ്പോൾ ക്യാരറ്റോ എന്താണെങ്കിലും, ഇപ്പം സലാഡിന് എന്ത് വേണമെങ്കിലും ഇത് കണ്ടോ, ഈ ഒരു ഇതിലിവർ കൊടുത്തിട്ടുണ്ട്. ഇത് സലാഡായിട്ടൊക്കെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതെങ്ങനെ ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് അത് പോയി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്ത് പറയണം. ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, ഇങ്ങനെ മോശമായിട്ടൊന്നും പറയാനില്ല. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സോ ഇതും നിങ്ങൾ ട്രൈ ചെയ്യുക. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം തന്നെയാണിത് കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് പാഴ്സൽ അൺബോക്സ് ചെയ്യാം. ഇത് ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുന്നു. ഇതെന്താണോ അൺബോക്സ് ചെയ്തിരിക്കുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ് അല്ലേ. ഇപ്പം എല്ലാവരും ഡയറ്റിങ്ങും ഒക്കെയാണ് എല്ലാവരും പ്ലാൻ ചെയ്യുന്നത്. ഒരു നൈറ്റൊക്കെ ആണെങ്കിലും രാവിലെയൊക്കെ ആണെങ്കിൽ മോർണിംഗ് ഒക്കെ ആണെങ്കിലും ഒരു ജ്യൂസിലൊക്കെ അങ്ങ് ഒതുക്കാം എന്നൊക്കെ വിചാരിക്കും അല്ലേ. അപ്പം നമുക്ക് എന്താ വേണ്ടത്? ഇത് വേണം അല്ലേ. കണ്ടോ, മനസ്സിലായോ? ഫസ്റ്റ് വന്നത് സിപ്പറാണ്. പൊട്ടുന്നതാണ്, സൂക്ഷിക്കുക, ഹാൻഡിൽ വിത്ത് കെയർ. ഇതിൻ്റെ കൂടെ തന്നെ ഇത് വുഡിൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ക്യാപ്പ് വന്നിട്ട് ക്യൂട്ടല്ലേ. ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ നല്ലതാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഒരുപാട് നമുക്ക് അങ്ങനെ വയറ് നിറച്ച് കുടിക്കാനുള്ള ജ്യൂസൊന്നും നമുക്ക് കുടിക്കാൻ പറ്റില്ല. എന്നാലും നല്ലതാണ്, നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനും. പൊട്ടുന്നതാണ്, എന്നാലും സൂക്ഷിക്കാൻ പറ്റുന്ന ആ ഒരു ഏജിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് കൊടുക്കാം. നല്ല ക്വാളിറ്റിയാണ്. പാക്കേജിങ് കണ്ടല്ലോ, ഫസ്റ്റ് ഈ ഒരു പാക്കേജിങ്ങിൽ തന്നെ ഇവർ അകത്തതായി ഈ ഒരു പാക്കേജിങ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് വന്നിട്ട് 410 ml എന്നാണ് ഇവർ കൊടുത്തേക്കുന്നത്, 500 അല്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ചെറുതാണ്, ബട്ട് ഇത് വേർത്താണ്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ജ്യൂസ് ഗ്ലാസ്. അപ്പം ഇതും ട്രൈ ചെയ്യുക. നെക്സ്റ്റ് വന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നല്ല പാക്കേജിങ് ആണ് കേട്ടോ. എനിക്ക് കിട്ടിയതെല്ലാം നല്ല പാക്കേജിങ് ആണ്, ഒരു ഡാമേജും വന്നിട്ടില്ല. ഇനി അകത്ത് എന്തെങ്കിലുമൊക്കെ ഈ കൊറിയറിലൊക്കെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടെങ്കിലേ ഉള്ളൂ. ബട്ട് ഇത് പുറമേയൊക്കെ ആണെങ്കിൽ നല്ല പാക്കേജിങ് ആയിരുന്നു. ഇതെന്താണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇതിപ്പം
ട്രെൻഡിങ് ആണ്. സോ എല്ലാവർക്കും അറിയാമായിരിക്കും, ഡിസ്പെൻസറാണ്. നമുക്കിതിൽ ഇതിൽ തുറക്കാൻ പറ്റാത്തേ, ഇതിങ്ങനെ തുറന്നിട്ട് നമുക്ക് ലിക്വിഡ് ഇതിലേക്ക് ഇടാം. അതുപോലെ തന്നെ ഇത് അവർ പമ്പ് ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ കൊടുത്തിട്ട് ഒരു സ്പോഞ്ച് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ കളർ തന്നെ കിട്ടണമെന്നായിരുന്നു. കാരണം എന്താണെന്നറിയാമോ, ഞാൻ റിവ്യൂസ് നോക്കുമ്പോഴും എല്ലാവരുടെയും കയ്യിൽ വൈറ്റ്, അപ്പം ഞാൻ വിചാരിച്ചു എനിക്കും വൈറ്റ് ആയിരിക്കും കിട്ടുക. പക്ഷേ അവർ പിങ്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഇമേജിലൊക്കെ അവർ കൊടുത്തേക്കുന്ന പിങ്ക് തന്നെയാണ്. പക്ഷേ ഞാൻ റിവ്യൂസ് നോക്കിയപ്പോഴത്തേക്ക് വൈറ്റ്. സോ ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. എനിവേ ഇത് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് പമ്പ് ചെയ്ത് എടുത്ത ആവശ്യത്തിനുള്ളതൊക്കെ ലിക്വിഡ് എടുത്തിട്ട് നമുക്ക് ആ സ്പോഞ്ചുമായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റിയാണ്, മോശമൊന്നും പറയാനില്ല. സോ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ ലെങ്ത് വളരെ അധികമുണ്ട്. കാരണം അൺബോക്സിങ് ആണല്ലോ, അതുകൊണ്ട് നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾ പാർട്ട് 2 മിസ് ചെയ്യല്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് പാർട്ട് 2 ആയിട്ട് കാണുന്നവരെ ബൈ.